കഴിഞ്ഞ ഒരു മാസം മുമ്പ് ബഗ്ദാദിലേക്ക് യാത്ര പോയ സമയം അൽഹംദുലില്ലാഹ് ഞാൻ ഓർക്കുകയാണ്. ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിൽ വെച്ച് കണ്ണിലൂടെ കണ്ണുനീരുകൾ ഒഴിച്ചുകൊണ്ട് പൊട്ടി കരയുകയാണ്. ഉസ്താദ് അവറുകളുടെ ആ യാത്രയിൽ നമുക്കുണ്ടായ ഒരു അനുഭവം ഞങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഉസ്താദ് അവറുകൾ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിൽ വെച്ച് ഇങ്ങനെ പൊട്ടിക്കരയാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ വിതുമ്പുന്ന മനസ്സോടെ പറയുകയാണ്, മക്കളെ, ഈ ഹദ്റത്തിൽ കിടക്കുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആരാണെന്നറിയുമോ? ആ ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതേ ബഗ്ദാദിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ രാജ്യത്തെ ഏറ്റവും വലിയ ദന്തയുദ്ധത്തിലും അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ഏതൊരാൾ വന്നാലും അവരെ മലർത്തി അടിക്കാൻ കഴിവുള്ള ധീരനായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് അവിടെ ഒരു പാരിതോഷികം പ്രഖ്യാപിക്കുകയാണ്. ആരാണ് ജുനൈദുൽ ബഗ്ദാദിയെ പരാജയപ്പെടുത്തുന്നത്? അവർക്ക് വലിയ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ആ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ച സമയത്ത് സയ്യിദുനാ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായ ധീരനായ ആളുകളെ നേരിടാൻ ആ നാട്ടിലെ ഒരാളും തയ്യാറാകുന്നില്ല. എന്തായാലും പരാജയം നേരിടുമെന്ന് ഉറപ്പാണ്. ആ സമയത്താണ് മെലിഞ്ഞൊട്ടിയ ശരീരവുമായി ഒരാൾ മുന്നോട്ട് കടന്നു വരുന്നു. ഈ ജുനൈദിനെ പരാജയപ്പെടുത്താൻ ഞാൻ തയ്യാറാ. വലിയ ദന്തയുദ്ധത്തിന് കളമൊരുങ്ങുകയാണ്. എല്ലാവരും സമ്മേളിക്കുകയാണ്. ആ വേളയിലാണ് ഈ മെലിഞ്ഞൊട്ടിയ ശരീരമുള്ള മനുഷ്യൻ മഹാനായ ജുനൈദുൽ ബഗ്ദാദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ആ ധീരനായ മനുഷ്യന്റെ ചെവിയിൽ ചെന്നുകൊണ്ട് മന്ത്രിക്കുന്നു, അന മിൻ അഹ്ലി ബൈത്ത് റസൂലില്ലാഹ്, ഞാൻ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഇതങ്ങ് കേൾക്കേണ്ട താമസം. ഒരു പേരക്കുട്ടി മുത്തു റസൂലുള്ളാഹിന്റെ ഒരു പേരക്കുട്ടിയായ ഒരു സയ്യിദിനെ ഞാൻ പരാജയപ്പെടുത്തുകയോ ഇല്ല, അതിനെനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ അഭിമാനത്തിന്റെ വലിയ ഘട്ടത്തിൽ ആ സയ്യിദിന് വേണ്ടി തോറ്റുകൊടുക്കുകയാണ് ജുനൈദ് എന്ന ആ ചെറുപ്പക്കാരൻ. പിന്നീട് ആ ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഔലിയാക്കളുടെ നേതാവായി സയ്യിദുനാ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എന്ന ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് എത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു സയ്യിദിനെ ആദരിച്ചതിലൂടെ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ നേതാവായി മാറിയെങ്കിൽ മഹാനായ ഔലിയാക്കളുടെ നേതാവായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മശായിഖുമാരിൽ ഏറ്റവും വലിയ പ്രമുഖനായ ഒരു ശൈഖായി ആ ജുനൈദ് എന്ന ചെറുപ്പക്കാരൻ മാറിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തളങ്കരയിലെ മാലിക് ദിനാറിലെ പരിശുദ്ധമായ ഹദ്റത്തിൽ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെ ഹദ്റത്തിൽ ഇന്ത്യയുടെ സുൽത്താനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ അൽ ചിസ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുകയും അവരെ ഓർക്കുകയും ചെയ്യുന്ന ഈ പരിശുദ്ധമായ സമയത്ത് അൽഹംദുലില്ലാഹ് നമ്മൾ ആദരവിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഒരു സയ്യിദിലൂടെ ആദരിക്കുന്നതിലൂടെ, ഒരു സയ്യിദിനെ ബഹുമാനിക്കുന്നതിലൂടെ ഒരാൾക്ക് നേട്ടങ്ങൾ എന്തെല്ലാം കൈവരിക്കാൻ കഴിയുമോ ആ നേട്ടങ്ങളെല്ലാം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്യന്മാരായ നമ്മൾ വലിയ സന്തോഷത്തിലാണ്, വലിയ ആനന്ദത്തിലാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിൽ വെച്ച് ഒരു സയ്യിദിനെ ബഹുമാനിച്ച് ആദരിച്ചതിന്റെ പേരിൽ വലിയ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിയ ആ മഹാനവറുകളെ ഓർത്ത് പൊട്ടി പൊരിഞ്ഞ് കണ്ണിലൂടെ കണ്ണുനീരുകൾ വാർത്ത ആ ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിലാണ് ഈ മഹത്തായ ആദരവ് നടക്കുന്നത് എന്നത് ശിഷ്യന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെന്നില്ലാത്ത ആനന്ദമാണ്, സന്തോഷമാണ്. ഉസ്താദ് അവറുകൾ ഇന്നലെയും ഈ മഹത്തായ പരിപാടിക്ക് പങ്കെടുക്കാൻ പ്രയാസമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നാട്ടിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും അവസാനം ഉസ്താദ് അവറുകൾ ഒരു സയ്യിദിനെ ആദരിക്കുന്ന മഹത്തായ പരിപാടിയല്ലേ, എന്ത് വിഷമങ്ങൾ സഹിച്ചും ഞാൻ നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ സ്റ്റേജിലേക്ക് എത്തി, സദസ്സിലേക്ക് എത്തി നമ്മളെ അനുഗ്രഹിച്ച ഈ പ്രസ്ഥാനത്തെ, ഈ മഹത്തായ ശിഷ്യഗണങ്ങളെ സന്തോഷിപ്പിച്ച ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾക്ക് നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ സന്തോഷങ്ങളും കൈമാറി